إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണാവാരിധിയും സ്നേഹവാത്സല്യനിധിയുമായ പടച്ച റബ്ബ്, ആ റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉത്കൃഷ്ടമായ ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ തന്നെ വെച്ച് അല്ലാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്ന നാമമാണ് അല്ലാഹ് എന്ന നാമം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതത്തിലൊക്കെ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതും ഖുർആനിലും ഹദീസുകളിലുമെല്ലാം ഒരുപാട് തവണ വന്നതുമായി കാണാവുന്ന ഒരു നാമമാണ് ഉപജീവനം നൽകുന്നവൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന നമുക്ക് കാണാം, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ.
അല്ലാഹുവാണ് റസ്സാഖ്. ഉപജീവനം നൽകുന്നത് അത് അല്ലാഹുവാണ്. ഭക്ഷണം എന്നുള്ളത് അത് അല്ലാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കിട്ടുന്നില്ല, ഭക്ഷണമില്ല, ദിവസങ്ങളായി ഭക്ഷണമൊന്ന് നല്ല രൂപത്തിൽ കഴിച്ചിട്ട് അങ്ങനെ രാത്രി പുറത്തിറങ്ങി ഇങ്ങനെ നടക്കാൻ. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇവരെ കാണാൻ ഇടയായി. അപ്പൊ അവരും ഉറക്ക വരാതെ രാത്രി വിശന്നിങ്ങനെ നടക്കാൻ. അങ്ങനെ അവിടെ വെച്ചാണ് ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അവരെ ക്ഷണിച്ചു. അങ്ങനെ ദിവസങ്ങളോളം ഭക്ഷണം ലഭിക്കാത്ത അവർക്ക് ഒരൽപ്പം ഭക്ഷണം അവിടെ നിന്ന് ലഭിക്കുകയാണ്. ആ സമയത്ത് ആ ഭക്ഷണം, ആ ഉരുള, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ വായിലേക്ക് ഇങ്ങനെ വെക്കുമ്പോ, ബിസ്മി ചൊല്ലിക്കൊണ്ട് വെക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഉമർ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു നിനക്ക് നൽകിയ ഈ മഹത്തായ അനുഗ്രഹം അത് അല്ലാഹു ചോദ്യം ചെയ്യും കേട്ടോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ദിവസങ്ങളോളം വിശന്ന് വലഞ്ഞ് അവസാനം കിട്ടിയ ഒരു ഉരുള അത് വായിലേക്ക് വെക്കുന്ന സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മഹത്തായ അനുഗ്രഹമാണ് ഈ ഭക്ഷണം. അത് നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ലോകത്ത് പട്ടിണി കൊണ്ട് മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം ഏറെയാണ്. നമ്മുടെ രാജ്യം ഇന്ത്യ എന്നുള്ളത് പട്ടിണി മൂലം കഷ്ടപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റിൽ വലിയ തോതിൽ എണ്ണം നിറക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ 14% ആളുകൾ ഇപ്പോഴും നല്ലവണ്ണം ഭക്ഷണം കിട്ടാതെ, പോഷകാഹാരങ്ങൾ കിട്ടാതെ അങ്ങനെ ജീവിതം കഴിച്ചുകൂടുന്ന ഒരുപാട് ആളുകൾ ഇന്നുമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ നമുക്ക് കാണിച്ചു തരുന്നത് കാണാം. ഒരുപാട് വാർത്തകൾ, ഭക്ഷണം ലഭിക്കാതെ ആളുകൾ മരിച്ചു പോകുന്നു. ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നവരാ. എന്നിരിക്കെ ഇസ്ലാം എന്ന മതം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഏറ്റവും വലിയ മാനവികത എന്നുള്ളത് ഭക്ഷണം മറ്റുള്ളവർക്ക് നൽകാൻ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായി നമുക്ക് കാണാം. സൂറത്തുൽ ഇൻസാൻ വയുതഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. വയുതഇമൂന അത്അമ, ഭക്ഷണം അത് നൽകണം, അലാ ഹുബ്ബിഹി, ഇഷ്ടത്തോടുകൂടി മറ്റുള്ള മിസ്കീനായ യതീമായ ആളുകൾക്ക് നൽകുന്നവരാണ് വിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്ക് ഒരൽപ്പം പ്രയാസമുണ്ടെങ്കിൽ പോലും ആവശ്യക്കാർക്ക് അത് നൽകാൻ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം മതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അൻഫിഖ് യാ ഇബ്ന ആദം, അല്ലയോ ആദമിന്റെ മക്കളെ, നിങ്ങൾ നൽകിക്കൊള്ളുക, നിങ്ങൾക്കുള്ളതിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക. അങ്ങനെയാണെങ്കിൽ അല്ലാഹു പറയാണ്, അൻഫിഖ് അലൈക, നിനക്കുമേൽ ഞാൻ ദാനം ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുദ്സിയായ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ദർറ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അബൂ ദർ, അല്ലയോ അബൂദർ, നിന്റെ വീട്ടിൽ നീ കറി പാകം ചെയ്യുകയാണെങ്കിൽ അതിൽ നീ ഒരൽപ്പം വെള്ളം നീ അധികം ചേർക്കുക. എന്തിനാണ് കറിയിൽ വെള്ളം ചേർക്കേണ്ടത്? അങ്ങനെ വെള്ളം ചേർക്കുകയും എന്നിട്ട് അത് നിന്റെ അയൽക്കാർക്ക് കൂടി നീ നിന്റെ കറി, ആ ഭക്ഷണം നീ നൽകുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. മായം ചേർത്തിക്കൊണ്ട് കൊടുക്കലല്ല, മറിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതിൽ അതിൽ അധികരിപ്പിച്ചുകൊണ്ട് നമ്മളും മറ്റുള്ളവർക്കും കൊടുക്കുവാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, നരകത്ത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, ആ ഭയാനകമായ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുക. എങ്ങനെ? വലൗ ബിശഖ്ഇൻ തംറത്തിൻ,
ഒരു ഈത്തപ്പഴം, ആ ഈത്തപ്പഴ കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ആ ഈത്തപ്പഴം കൊടുത്തുകൊണ്ടെങ്കിലും നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം ഫഇല്ലം തജിദ്, ഇനി അതല്ലെങ്കിൽ ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഭക്ഷണത്തെ കുറിച്ച് അത് പാഴാക്കരുത് എന്നർത്ഥം വരുന്ന മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് തആമു ഇസ്നൈൻ കാഫി സലാസ, രണ്ടാളുകളുടെ ഭക്ഷണം അത് മൂന്നാളുകൾക്ക് മതിയാകുന്നതാണ്. വതആമു സലാസത്തിൻ കാഫിൻ അർബഅ, ഇനി മൂന്നാളുകളുടെ ഭക്ഷണം അത് നാലാളുകൾക്ക് മതിയായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത്ര മതി നമ്മളുടെ വീടുകളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മുസ്ലിം സ്ത്രീകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് യാ നിസാഅൽ മുസ്ലിമാത്ത്, അല്ലയോ മുസ്ലിമീങ്ങളായ സ്ത്രീകളെ, ലാ തഹ്രിഖന്ന, നിങ്ങൾ ഒരിക്കലും ചെറുതായി നിങ്ങൾ കാണരുത്, അത് ചെറുതാണെന്ന് നിങ്ങൾ കാണരുത്. എന്ത്? ജാറത്തുൻ ലിജാറതിഹാ, നിങ്ങൾ നിങ്ങളുടെ അയൽപക്ക ബന്ധങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊടുക്കുന്നത്, അത് കറിയാകട്ടെ, അത് മറ്റ് എന്ത് സാധനങ്ങളാകട്ടെ, അത് സ്ത്രീകളെ നിങ്ങൾ കൊടുക്കുന്നത് അത് ചെറുതായ ഒരു നന്മയാണ് എന്ന് നിങ്ങൾ കരുതരുത്. അല്ലാഹുവിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമാണ്. വലൗ ഫിറുസിന ഷാത്തിൻ, അത് തീരെ മാംസം കുറഞ്ഞ ഒരാടിന്റെ ഒരു എല്ലിന്റെ ഒരു കഷ്ണമാണ് നിങ്ങൾ നിങ്ങളുടെ അയൽപക്ക ബന്ധത്തിന് അയൽക്കാർക്ക് കൊടുക്കുന്നതെങ്കിൽ പോലും ലാ തഹ്രിഖന്ന, അതൊരു ചെറിയ നന്മയാണെന്ന് നിങ്ങൾ കരുതരുത്. അതിന് അല്ലാഹുവിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ എത്രമാത്രം വലിയ ഒരു മാനവികതയാണ് ഇസ്ലാം നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നത്. ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിന് ഇത്രമാത്രം പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൻസാറുകളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒക്കെ ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമുക്ക് കാണാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മകൻ, അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാം അദ്ദേഹം എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുമായിരുന്നു പുറത്ത്, അദ്ദേഹത്തിന്റെ കൂടെ ഒരു മിസ്കീനായ ഒരു മനുഷ്യനെ കൂടിച്ചേർന്ന് തന്റെ ഭക്ഷണം അദ്ദേഹത്തിന് കൂടെ നൽകിക്കൊണ്ടല്ലാതെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അത്രമാത്രം ആ വിഷയത്തിൽ അവർ സൂക്ഷ്മത പാലിച്ചിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന് ആദ്യ സംഭാഷണങ്ങൾ സ്വഹാബികൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അബ്ശു അസ്സലാം, നിങ്ങൾക്കിടയിൽ സലാം നിങ്ങൾ അധികരിപ്പിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും സലാം ഒരുപാട് നിങ്ങൾ പറയണം. കാരണം എന്താ? മറ്റുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സലാം പറയുന്നത് അവന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ മനുഷ്യനോട് നമ്മൾ കാണിക്കുന്ന അതീവ സ്നേഹം കൂടിയാണ്. നമ്മൾ പറയുന്ന അസ്സലാമു അലൈക്കും അല്ല, മറിച്ച് അസ്സലാമു അലൈക്കും, താങ്കൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്. അതുമൂലം ആ കേൾക്കുന്ന മനുഷ്യനൊരാശ്വാസമാണ്, പറയുന്ന മനുഷ്യനും അതിലൂടെ വല്ലാത്ത ഒരു ആശ്വാസം ലഭിക്കുകയാണ്. എന്നാൽ നമ്മളുടെ സലാമുകൾ അതുപോലെയാണോ എന്ന് നാം ഒന്ന് വിലയിരുത്തുക. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അത്ഇമുത് തആം, നിങ്ങൾ ഭക്ഷണം നൽകിക്കൊള്ളുക, മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം നിങ്ങൾ അത് കഴിപ്പിച്ചുകൊള്ളുക. വസ്ലുൽ റഹ്മ, അതുപോലെ തന്നെ നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുകൊള്ളുക. വസ്സല്ലു വന്നാസു നിയാം, ആളുകൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക. വദ്ഖുലു അൽ ജന്നത ബിസ്സലാം, അങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ സലാമോടുകൂടി നിങ്ങൾ സുരക്ഷിതരായി കൊണ്ട് സ്വർഗത്തിലേക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടും നമസ്കാര ജീവിതത്തിൽ നിലനിർത്തിയും കൊണ്ടുമൊക്കെ സ്വർഗത്തിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ കയറുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ് അയ്യുൽ അഅമാലി ഖൈറുൻ, അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും ഖൈറായ ഒരു പ്രവർത്തനം അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നത് അൻ തുത്ഇമ തുആം, നീ മറ്റുള്ള ആളുകളെ ഭക്ഷിപ്പിക്കുക, ഭക്ഷണം നീ നൽകുക. അതുപോലെ തന്നെ തഖറഉസ് സലാം, നീ സലാം പറയുക. അലാ മൻ അറഫ്ത, നീ അറിയുന്ന
അറിയുന്ന ആളുകൾക്കും നീ സലാം പറയണം. വമൻ ലം തഅരിഫ്, നീ അറിയാത്ത ആളുകളോടും നീ സലാം പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടെ ഒക്കെ റസൂൽ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം അത് നൽകിക്കൊള്ളുക. അത് അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അത് നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മഹാനായ ശുഐബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വലിയ ഒരു ഭാഗം അദ്ദേഹം മറ്റുള്ള ആളുകളെ ഭക്ഷിപ്പിക്കുവാൻ വേണ്ടി ചെലവഴിക്കുമായിരുന്നു. അങ്ങനെ ഇത് ചെലവഴിക്കുന്നത് കണ്ടപ്പോ മറ്റുള്ള ആളുകൾ ചോദിച്ചു എന്നാണ്, എന്തിനാണ് ശുഐബ് ഇത്രയധികം നീ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്ന വിഷയത്തിൽ ഇത്രയധികം ശ്രദ്ധ നീ കേന്ദ്രീകരിക്കുന്നത്, അതിൽ നീ ഇത്രയധികം പരിശ്രമിക്കുന്നത് എന്തിനാണ്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ അത് മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് എന്ന് റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ശുഐബ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ശുഐബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. അതുകൊണ്ട് അങ്ങനെ മനസ്സ് തുറന്നുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആളുകളായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മനസ്സുകൾ കുടുസമാക്കി വെക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാൻ യൻസിലാൻ. എല്ലാ ദിവസവും രാവിലെ 2 മലക്കുകൾ ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നു. ഫയഖൂലു അഹദുഹുമാ, എന്നിട്ട് അതിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫൻ, അല്ലാഹുവേ നൽകുന്നവന് നീ അതിന് അധികമായി കൊണ്ട് അവന്റെ ജീവിതത്തിൽ ബർക്കത്തുകൾ നീ നൽകണമേ നാഥ, അധികരിപ്പിച്ച് നീ കൊടുക്കണമേ നാഥ. വയഖൂലുൽ ആഖർ, എന്നാൽ മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫൻ, അല്ലാഹുവേ പിടിച്ചു വെക്കുന്ന ആളുകൾ അവർക്ക് അവരുടെ സമ്പത്തിൽ അല്ലെങ്കിൽ അതിൽ അവർക്ക് നീ നാശം നീ നൽകണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതിലൂടെ ഒക്കെ നാം മനസ്സിലാക്കേണ്ടത് തുറന്ന മനസ്സോടുകൂടി ഏറ്റവും നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അത്ഭുതപ്പെടുത്തിയ ഒരു ചരിത്രം നമുക്ക് ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അന്ന റജുലൻ അതാ അൻ-നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മൻ യളുമ്മു ഔ യുളീഫു ഹാദാ, സ്വഹാബികളോട് ചോദിക്കുകയാണ്, ഈ വന്ന അതിഥിയെ ആര് സൽക്കരിക്കും? ഫഖാല റജുലുൻ മിനൽ അൻസാർ, അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞു എന്നാണ്, അന റസൂലേ, ഞാൻ സൽക്കരിക്കാം ഈ മനുഷ്യനെ, ഞാൻ ഏറ്റെടുക്കാം ഈ മനുഷ്യനെ. അങ്ങനെ അൻസാരിയായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ വീട്ടിലേക്ക് പോയി എന്നിട്ട് ചോദിക്കാണ്, ഫൻതലഖ ബിഹി ഇലാ ഇംറഅതിഹി, അദ്ദേഹത്തിന്റെ ഭാര്യയോട് അദ്ദേഹം പറയാണ്, ഫഖാല അക്രിമി ളൈഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ഒരു അതിഥി ഇന്ന് നമ്മളുടെ കൂടെ കൂടുന്നുണ്ട്. ആ മനുഷ്യനെ നമുക്ക് അതിഥിയായി കൊണ്ട് സൽക്കരിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പേണ്ടതുണ്ട്. അപ്പൊ ആ ഭാര്യ പറഞ്ഞു എന്നാണ്, ഇന്ന് വീട്ടിൽ നമ്മുടെ 2 മക്കൾക്ക് മാത്രം കഴിക്കുവാനുള്ള ഭക്ഷണമേ ഇന്ന് വീട്ടിലുള്ളൂ. അപ്പൊ സ്വഹാബി തിരിച്ചു പറഞ്ഞു എന്നാണ്, وأصبحي سراجك ونومي صبيانك إذا أرادوا عشاء. വൈകുന്നേരമായി കഴിഞ്ഞാൽ മക്കളെ നീ കിടത്തി ഉറക്കുക. അങ്ങനെ മക്കളെ ഉറക്കുകയും എന്നിട്ട് നീ ഭക്ഷണം കൊണ്ടുവരിക. എന്നിട്ട് വിളക്കുകൾ നീ കെടുത്തുക. അങ്ങനെ ഭക്ഷണം കൊണ്ടുവരിക, വിളക്കുകൾ നീ കെടുത്തുക, എന്നിട്ട് മക്കളെ നീ ഉറക്കുക എന്ന് തിരിച്ച് ആ സ്വഹാബി ആ ഭാര്യക്ക് മറുപടി കൊടുക്കാൻ. എന്തിനാണത്? ആ മക്കൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം
ഭക്ഷണം അത് മക്കൾക്ക് കൊടുക്കാനുള്ളതല്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിത വരികയാണ്. അതുകൊണ്ട് മക്കളെ നേരത്തെ കിടത്തുറക്കുക, എന്നിട്ട് ഭക്ഷണം നീ കൊണ്ടുവരിക. ഭക്ഷണ തളിക വെച്ച ഉടൻ നീ വിളക്കുകൾ കിടത്തുക. എന്നിട്ട് ആ സ്വഹാബി പറയാണ്, എന്നിട്ട് ആ വിളക്കുകൾ കെടുത്തിക്കൊണ്ട് ആ സ്വഹാബിയുടെ അതിഥിയായി വരുന്ന മനുഷ്യന്റെ പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പുക. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇപ്പുറത്തിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതായി അഭിനയിക്കാം. അപ്പോ ആ ഇരുട്ടിൽ ഏത് പാത്രത്തിൽ ഭക്ഷണമുണ്ട് ഇല്ല എന്നുള്ളത് വരുന്ന അതിഥിക്ക് മനസ്സിലാവുകയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ആ മനുഷ്യൻ വരുന്ന ആൾ അദ്ദേഹം അത് കഴിച്ചുകൊള്ളട്ടെ എന്ന് പറയുന്ന ചരിത്രം, ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വഹിയായി കൊണ്ടെത്തുകയാണ്. ആ രാത്രി നടന്ന സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തുകയാണ്. പിറ്റേ ദിവസം ആ അൻസാരിയായ മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. എന്നിട്ട് പറയണം, ഫഖാല വഹിഖല്ലാഹു ലൈൽ, ആ രാത്രി അല്ലാഹു പുഞ്ചിരിച്ചു. ഔ അജിബ, അല്ലാഹു താങ്കളുടെ വിഷയത്തിൽ, താങ്കൾ ഇന്നലെ ആ ചെയ്ത വിഷയത്തിൽ അജബ, അല്ലാഹു അത്ഭുതപ്പെട്ടു. അജിബ, അല്ലാഹു അത്ഭുതപ്പെട്ടു പോയി താങ്കളുടെ പ്രവൃത്തിയിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ആ മനുഷ്യന് മറുപടി കൊടുക്കാൻ. നോക്കൂ നിങ്ങൾ, ആ മനുഷ്യൻ അവിടെ ചെയ്തത് അത് അല്ലാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണ്. അത് ഭക്ഷണം നൽകലാണ്. ആ വിഷയത്തിൽ അല്ലാഹു പോലും അത്ഭുതപ്പെട്ടു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് തിരിച്ചു മറുപടി കൊടുക്കാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അഹബ്ബ തുആമി ഇലല്ലാഹി മാ കസറത അലൈഹി അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും ബർക്കത്തുള്ള ഭക്ഷണം എന്നുള്ളത് മാ കസറത അലൈഹിൽ ഐദി, ധാരാളം കൈകൾ ഇടപെടുന്ന ഭക്ഷണമാണ് ഏറ്റവും ബർക്കത്തുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കഴിക്കുകയും അതുപോലെ ആ ഭക്ഷണം മറ്റുള്ള ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നതുമായ ഭക്ഷണം, അങ്ങനെയുള്ള ഭക്ഷണത്തിലാണ് ഏറ്റവും അധികം ഇഷ്ടമുള്ള അല്ലെങ്കിൽ ബർക്കത്തുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം അതൊരു മുസ്ലിം എന്നുള്ള രീതിയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ ആ ഒരു വിശ്വാസിയുടെ സ്വഭാവം ആ രൂപത്തിലാണ്. അവൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്തുന്ന ആളുകളാണ് വിശ്വാസികൾ. ആ വിഷയത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും ഒരു നന്ദി വാക്ക് പോലും വിശ്വാസിക്ക് ആവശ്യമില്ല. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതല്ല, മറിച്ച് ഉള്ളിൽ നിന്ന് വരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഇൻസാനിൽ പറയുന്ന നമുക്ക് കാണാം, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ള ആളുകൾ അവർ മിസ്കീനുകൾക്കും യതീമുകൾക്കും ഭക്ഷണം നൽകുന്ന ആളുകളാണ്. എന്നിട്ടോ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ്, ഇന്നമാ നുതഇമുകും, അവർ കൊടുക്കുന്നത് എന്തിനാണ്? ലിവജ്ഹില്ലാഹ്, അവരുടെ ഉദ്ദേശം അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമാണ്, അല്ലാഹുവിന്റെ മുഖം മാത്രമാണ്, ആ പ്രതിഫലം മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ലാ നുരീദ്, ആ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ അവർ ഉദ്ദേശിക്കുന്നില്ല. ലാ നുരീദു മിൻകും, നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. ജസാഅൻ, തിരിച്ചു ഒരു പ്രതിഫലം പോലും അവർ ഉദ്ദേശിക്കുന്നില്ല. വലാ ശുകൂറ, ഒരു നന്ദി വാക്ക് പോലും ആ വിശ്വാസികൾ തിരിച്ച് എനിക്ക് ലഭിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ്, അവരത് ചെയ്യുന്നത് അത് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. എന്നിട്ട് അടുത്തായത്ത് എന്താ? അടുത്തായത്ത് വല്ലാത്ത ആയത്താണ്. സൂറത്തു ഇൻസാൻ 10-ാമത്തെ ആയത്ത്. അല്ലാഹു പറയാണ്, അവരത് ചെയ്യുന്നു. പിന്നീട് എന്തിനു വേണ്ടിയിട്ടാണത്? ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. മുഖം ചുളിയുന്ന ഭയാനകമായ ഒരു ദിവസം വരാനുണ്ട്. കോടതിയുടെ വലിയ ഒരു ദിവസം വരാനുണ്ട്. ഇന്നാ നഖാഫു മിർ റബ്ബിനാ, അന്നേ ദിവസം ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് വിശ്വാസികൾ പറയുന്നു. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, ആ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്
റസൂലല്ലാഹ് അയ്യുൽ ഇബാദി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമ അതാരാണ്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത് അൻഫഉൻ നാസ് ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു അടിമയുണ്ടെങ്കിൽ അവനെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് വമാ അഫ്ളലുൽ അഅമാൽ, അല്ല റസൂലേ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനം അതെന്താ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഇദ്ഖാലു അസ്സുറൂരി അലൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ സന്തോഷം നിറക്കുക എന്നുള്ളത്, ഒരു മുഅ്മിനിന്റെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ സന്തോഷം നിറക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം. അപ്പൊ സ്വഹാബി തിരിച്ചു ചോദിക്കുകയാണ് ഖീല വമാ സുറൂറുൽ മുഅ്മിൻ, എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ സന്തോഷം നിറക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ്ബാഉ ജൗഅതി, അവന്റെ വിശപ്പ് നിങ്ങൾ മാറ്റുക, ആ വിശ്വാസിയുടെ വിശപ്പ് മാറ്റുക, അതുമൂലം അവന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും. അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നീക്കിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ നീക്കിക്കൊടുക്കുക. വഖളാ ദൈനഹു, അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണെങ്കിൽ ആ കടം നീക്കിക്കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ സന്തോഷം നിറച്ചാൽ അതാണ് ഏറ്റവും അഫ്ളലായ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു മാർഗത്തിൽ ഏറ്റവും നല്ല വിശ്വാസികളായിക്കൊണ്ട് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മറ്റുള്ള ഒരാളുടെയും ലാ നുരീദു മിൻകും ജസാഅ വലാ ശുകൂറ, ഒരാളുടെയും നന്ദി വാക്കുപോലും നമുക്ക് ആവശ്യമില്ല. അതാണ് വിശ്വാസികളുടെ മാതൃക, അതാണ് സലഫുകളുടെ മാതൃക. ആ രൂപത്തിൽ ആ വഴിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഹക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു. പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അപാരമായ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്ന വലിയ ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. അയൽവാസി പട്ടിണി കിടക്കെ നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വിശ്വാസിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസുകൾ നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഒരു അയൽക്കാരൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാം നൽകുന്ന ചെറിയ പലഹാരങ്ങളാകട്ടെ അത് വലിയ പ്രതിഫലമാണ് അതുമൂലം നൽകപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിശപ്പുള്ള ആളുകളിലേക്ക് എത്തുവാനും ഈ ഒരു നന്മ അതിലൂടെ മഹത്തരമായ പ്രതിഫലം നമുക്ക് നൽകപ്പെടും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം അതാഗ്രഹിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നന്മകളിലൂടെ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ഒരു ദിവസം ആ പള്ളിക്കാട്ടിലെ ഖബറിൽ ആരോഗ്യമില്ലാതെ കിടക്കേണ്ടവരാണ്. അന്ന് നമ്മളുടെയും ബർസഖി ജീവിതത്തെ കുറിച്ച് നാം ആലോചിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു ഏറ്റവും നല്ല ഒരു ബർസഖി ജീവിതം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ മരണം ഏറ്റവും എളുപ്പമുള്ള മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കൾ അവരുടെ ആയുസ് ജീവിച്ചിരിക്കുന്നവർ അവരുടെ ആയുസ്
അള്ളാഹു നീട്ടിക്കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവർ അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസപ്പെടുന്ന, ഭക്ഷണമില്ലാതെയും ഒക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, വിശ്വാസികൾ, സഹോദരന്മാർ, ഉമ്മമാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമുക്കിടയിൽ മാരക രോഗങ്ങളാൽ, പ്രയാസങ്ങളാൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ദാമ്പത്തികമായി പ്രയാസപ്പെടുന്ന, അങ്ങനെ എല്ലാ നിലക്കും പ്രയാസമുള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയ ഒരുപാട് ആളുകൾ ഇന്നും ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ബെഡുകളിൽ നിന്ന് എണീക്കാതെയും സാധിക്കാത്ത ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ ഏറ്റവും ഹൈറായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ അവരാഗ്രഹിക്കുന്നത്, ഏറ്റവും ഹൈറായത് എന്താണോ അത് അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا أجرنا من النار ربنا أجرنا من النار ربنا أجرنا وأجر والدينا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا